CMRL എക്സാലോജിക് ഇടപാടിൽ ഇഡിക്ക് ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. CMRLന്റെ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നിപ്പോൾ വിധി പറയും. 2024 രജിസ്റ്റർ ചെയ്ത ECIR തുടർ നടപടികൾ, അയച്ച സമൻസ് എന്നിവ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് CMRL അപ്പീൽ നൽകിയത്. ED നടപടി അധികാരപരിധി മറികടന്നു എന്നും CMRL വാദം ഉന്നയിക്കുന്നുണ്ട്. ഷപ്ന നമുക്കൊപ്പം ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും തത്സമയം. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇഡിക്കാണെങ്കിലും CMRLനാണെങ്കിലും രണ്ടു പേർക്കും വളരെ നിർണായകമായ ദിവസം. ഇന്ന് കോടതിയിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കണം? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും CMRLുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായൊരു വിധി തന്നെയായിരിക്കും ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടാകുക. രാവിലെ 10:15 കൂടി തന്നെ ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ച് ഈ കേസിൽ വിധി പറയും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കേസിലെ വാദം നടത്തുമ്പോൾ തന്നെ അതിലൊരു ഇടക്കാല ഉത്തരവൊന്നുമില്ല. പൂർണ്ണമായും വാദം കേട്ട് ഉടൻ തന്നെ വിധി പറയാമെന്ന് ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്തിരുന്നു. CMRL ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് സിംഗിൾ ബെഞ്ച് ED അന്വേഷണത്തിന് അനുമതി നൽകി. സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നത് ഇതൊരു തുടക്കത്തിലുള്ള അന്വേഷണമാണ്, രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം എന്ന് ആദ്യഘട്ടത്തിൽ പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം തുടരട്ടെ എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയപ്പോൾ CMRL ഇതിൽ അപ്പീലിൽ വ്യക്തമാക്കിയിരുന്നത് ഒരു FIR പോലും, അതായത് ഒരു ഏജൻസിയും ഒരു FIRോ അല്ലെങ്കിൽ മറ്റ് പരാതികളോ ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ED ഈ കേസ് ഏറ്റെടുക്കുന്നത്. അത്തരത്തിൽ കേന്ദ്ര ഏജൻസിക്ക് ഈ രീതിയിൽ കേസ് ഏറ്റെടുക്കാൻ നിയമപരമായി അധികാരമില്ല. പരിധി മറികടന്നാണ് ED ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ നടപടി റദ്ദാക്കണം. ECRും അതോടൊപ്പം തന്നെ ഇവർക്കെല്ലാവർക്കും, ഈ പ്രതികൾക്കെല്ലാവർക്കും സമൻസ് അയച്ചിരുന്നു. ഈ സമൻസും റദ്ദാക്കണം എന്നൊരാവശ്യമാണ് അപ്പീലിലൂടെ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചിട്ടുള്ളത്. ഡിവിഷൻ ബെഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം നടത്തുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായ നിലപാടെടുത്തത് EDയുടെ നടപടിയിൽ ഒരു അപാകതയും ഉണ്ടായിരുന്നില്ല, നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചാണ് ED മുന്നോട്ട് പോയത് എന്ന് കേന്ദ്രവും അതോടൊപ്പം തന്നെ EDയും വ്യക്തമാക്കിയിരുന്നു. ED പറയുന്നത് അത്തരത്തിൽ നിയമവിരുദ്ധത ഉണ്ടായിട്ടില്ല. ഈ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ അനുസരിച്ച് വീണയുടെ കമ്പനി, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ മകളായ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് 1.7 കോടി രൂപ നൽകിയിട്ടുണ്ട്. IT സേവനത്തിനാണ് ഈ പണം നൽകിയത്. IT സേവനത്തിന് പണം നൽകി എന്ന് പറയുമ്പോഴും ഒരു രേഖകളും ചെയ്ത സേവനം എന്ത് എന്ന് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം വേണം. കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് EDക്ക് പരിശോധിക്കണം. അതാണ് EDയുടെ നിലപാട്. ഏതായാലും ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം കേട്ടതിനു ശേഷം ഇന്നിപ്പോൾ കോടതി ഈ അന്വേഷണം തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വിധി പറയും. ഏതായാലും തുടരണം എന്ന് പറഞ്ഞാൽ EDക്ക് മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇന്നിതിപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരും. ഇനി അപ്പീലുമായി സുപ്രീം കോടതിയിലോ മറ്റോ പോകേണ്ടി വരും.